അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതൊരു സത്യവിശ്വാസിയും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇഹപര വിജയം, അഥവാ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷത്തോടുള്ള ഒരു ജീവിതം എന്നുള്ളത്. എന്നാൽ കാരുണ്യവാനാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ജീവിതം തൻ്റെ അടിമകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചില കർമ്മങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ കർമ്മങ്ങൾ നമ്മൾ നേരാവണ്ണം അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇഹപര വിജയം കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം ആ കർമ്മങ്ങളൊക്കെ ചെയ്താൽ ഇഹത്തിലും പരത്തിലും നല്ലൊരു ജീവിതം ലഭിക്കും എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതാണ് അത്ര ഉറപ്പിൽ പറയുന്നത്. അതുകൊണ്ട് ആ കർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നത് അള്ളാഹുവിനുള്ള യഥാർത്ഥ വിശ്വാസവും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കലുമാണ് ഒരു മനുഷ്യൻ്റെ ഇഹപര വിജയത്തിന് ഒന്നാമത്തെ കാരണം എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല 16-ാം അധ്യായത്തിൽ 97-ാമത്തെ വചനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. ഏതൊരു ആണോ പെണ്ണോ സത്യവിശ്വാസി ആയിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന പക്ഷം നല്ലൊരു ജീവിതം തീർച്ചയായും ആ വ്യക്തിക്ക് നാം നൽകുന്നതാണ്. കണ്ടോ? അപ്പോൾ അതാണ് പറഞ്ഞത്. ഇതിൽ പറഞ്ഞു നോക്ക്, ഏതൊരു ആണോ പെണ്ണോ സത്യവിശ്വാസി ആയിക്കൊണ്ട്. കണ്ടോ? സത്യവിശ്വാസം എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ പരിപൂർണമായി വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ സത്യവിശ്വാസിയാവുക. ആ സത്യവിശ്വാസത്തിൻ്റെ കൂടെ തന്നെ സൽക്കർമ്മങ്ങളും നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹുവാണ് പറയണത് നിങ്ങൾക്ക് ഹയാത്തൻ ത്വയ്യിബ എന്നുള്ളത്, നല്ലൊരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമെന്ന് പറഞ്ഞു. ഒരിക്കലും ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയണേ, ഏതൊരു സൽക്കർമ്മിക്കും തൻ്റെ ഈമാനിൻ്റെയും സൽക്കർമ്മത്തിൻ്റെയും തോതനുസരിച്ച് സന്തുഷ്ടമായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാതിരിക്കില്ല എന്നുള്ളതാണ്. കണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്ക് പരലോകത്ത് സ്വർഗം കിട്ടുമെന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നല്ല അള്ളാഹുവിൽ വിശ്വസിച്ച് ആ സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ദുനിയാവിലും എന്തുണ്ട്? അതിൻ്റെ നേട്ടമുണ്ട്, നല്ലൊരു ജീവിതം കിട്ടും എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ ഹയാത്തൻ ത്വയ്യിബ എന്ന് പറഞ്ഞല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ. ഈ വാക്കിനെ സംബന്ധിച്ച് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് എന്താ പറയുക, അഥവാ നല്ലൊരു ജീവിതം എന്ന് പറഞ്ഞല്ലോ, ഈ നല്ലൊരു ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം. അനുവദനീയവും ഉത്തമവുമായ ഉപജീവനം ലഭിക്കും എന്നുള്ളതാണ്. രണ്ടാമതായി കൊണ്ട് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉള്ളതിൽ സംതൃപ്തി ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ഉള്ളതിൽ സംതൃപ്തി ഉണ്ടാകുക എന്നുള്ളതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. നിങ്ങൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ലക്ഷങ്ങൾ സാലറി ഉണ്ടാവും, പക്ഷേ അത് കിട്ടിയാലും അവനക്കൊരു സമാധാനവും സംതൃപ്തിയും ഉണ്ടാവില്ല. എന്നാൽ നേരെ മറിച്ച് പടച്ചവൻ്റെ കാരുണ്യം കിട്ടിയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ സാലറി ആണെങ്കിലും അവരുടെ ജീവിതം എന്ത് വളരെ സന്തോഷമായിക്ക് വെച്ചിട്ടാ, അവർക്ക് വല്ലാതെ ഇതിനോട് ആക്രാന്തം ഉണ്ടാവില്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. മറിച്ച് അവർക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ കഴിയാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റായി പറഞ്ഞത് ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കാനുള്ള ഒരു മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും എന്നുള്ളതാണ്. മൂന്നാമതായി പറയുന്നത് അന്യരെ ആശ്രയിക്കേണ്ടി വരാതിരിക്കുക. ണ്ടോ, ഒരാളുടെ മുമ്പിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. എന്ത് ചെയ്താൽ? അള്ളാഹിനെ അടിയുറച്ച് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ. നാലാമതായിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഹയാത്തുൻ ത്വയ്യിബ എന്ന് പറയുന്ന വാക്കിനെ വിശദീകരിച്ചു കൊണ്ട് പറയണേ, അള്ളാഹുവിൻ്റെ വിധിവിലക്ക് അനുസരിച്ച് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അഥവാ അള്ളാഹിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ മനസ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു താല്പര്യം ഇട്ട് കൊടുക്കും. അതിന് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള നല്ലൊരു മനസ്സ് റബ്ബ് തരും എന്നുള്ളതാണ്. ഈ വിശദീകരണങ്ങളൊക്കെയാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ കൊണ്ട് വിശദീകരിച്ചത്. ഇനി നമുക്ക് പരലോകത്തോ അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പരലോകത്ത് കിട്ടുന്ന നേട്ടം എന്താ? ഖുർആനിലെ 40-ാമത്തെ അധ്യായം 40-ാമത്തെ വചനം നമ്മൾ നോക്കിയാൽ മതി. അഥവാ സത്യവിശ്വാസി ആയിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്നവനാരോ, അത് പുരുഷനായിക്കോട്ടെ സ്ത്രീയോ ആയിക്കോട്ടെ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. കണക്ക് നോക്കാതെ അവർക്ക് അവിടെ ഉപജീവനം നൽകപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. കണ്ടോ? അതാണ് പറഞ്ഞത് ഇഹവും
പരവും നമുക്ക് നേടിത്തരുന്ന ഒരു കർമ്മമാണ് എന്ത്? ഈ പറയപ്പെടുന്ന അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക, അതേപോലെ തന്നെ ആ വിശ്വാസം അനുസരിച്ച് പ്രവാചകൻ്റെ ചര്യ അനുസരിച്ച് സൽക്കർമ്മം ചെയ്യുക എന്ന് പറയുന്നത്. മറ്റൊരായത്തിൽ കാണേ 18-ാമത്തെ സൂക്തം 107-ാമത്തെ വചനമായി കാണാം, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് സൽക്കാരം നൽകാനുള്ളതാകുന്നു സ്വർഗത്തോപ്പുകൾ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒന്നാമതായി ചെയ്യാൻ, നമുക്ക് ഇഹത്തിലും പരത്തിലും നല്ലൊരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹിൽ അടിയുറച്ച് വിശ്വസിക്കുക, ഒപ്പം ആ വിശ്വാസമനുസരിച്ച് നമ്മൾ സൽക്കർമ്മം ചെയ്യാനും തയ്യാറാവുക എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിക്കൊണ്ട്, അഥവാ നമുക്ക് ഇഹവും പരവും നേടിത്തരുന്ന രണ്ടാമത്തെ കർമ്മമാണ് അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുക എന്നുള്ളത്. അള്ളാഹിൻ്റെ ദീന് പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നല്ലൊരു ജീവിതം തരും എന്നുള്ളത് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, 58-ാമത്തെ സൂറത്ത് 11-ാമത്തെ വചനമായി പറയുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്നുള്ളതാണ്. ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട ഒരു വാക്കുണ്ടോ? വിജ്ഞാനം നൽകപ്പെട്ടവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാലോ, ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും പിന്തുടർന്ന് ഇൽമ് നേടിയ ഒരു വ്യക്തിയായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലേ? ഇന്നും ആ സ്വഹാബിയുടെ സ്ഥാനം വളരെ ഉന്നതമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നോക്കുക, ആ സ്വഹാബിക്ക് ഇന്നും വലിയ ഉന്നതമായ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താ? അള്ളാഹുവിൻ്റെ ദീന് പഠിച്ചത് കൊണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലേ? ഇന്ന് ഏത് ലോകത്ത് പോയാലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അറിയാത്ത മനുഷ്യന്മാരുണ്ടാവൂല. അതാണ് പറഞ്ഞത്, അള്ളാഹിൻ്റെ ദീന് പഠിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഉയർത്തി എന്നുള്ളതാണ്. അപ്പോൾ ദുനിയാവിലും നമുക്ക് അള്ളാഹിൻ്റെ ദീന് പഠിച്ചാൽ മെച്ചമുണ്ടാവും, ആഖിറത്തിലും അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ദീന് പഠിച്ച് ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ. ഇനി മൂന്നാമതായിട്ട് ഇഹവും പരവും നമുക്ക് നേടിത്തരുന്ന മൂന്നാമത്തെ കർമ്മമാണ് തഖ്വ എന്ന് പറയുന്നത്. അഥവാ തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കലാണ് തഖ്വ. അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്ന് അള്ളാഹു വിരോധിച്ച കാര്യം വെടിയലാകുന്നു തഖ്വ എന്ന് പറഞ്ഞാൽ. അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. ഞാൻ എൻ്റെ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും നിരന്തരം എൻ്റെ അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി സൽക്കർമ്മങ്ങൾ നമുക്ക് നന്നാക്കുവാനും തിന്മയിൽ നിന്ന് അകന്നു പോകാനും നമ്മളെ സഹായിക്കുന്നത് എന്താണോ ആ സൂക്ഷ്മതയ്ക്ക് പറയുന്ന പേരാണ് തഖ്വ എന്ന് പറയുന്നത്. നമുക്കറിയാലോ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ ദുനിയാവിൽ കിട്ടുന്ന മെച്ചത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. 65-ാമത്തെ സൂറത്ത് 2-ാമത്തെ വചനമായി കാണാം, ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അള്ളാഹുവിനൊരു പോംവഴി ഏർപ്പെടുത്തി കൊടുക്കും എന്നുള്ളതാണ് അല്ലേ? ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ദുനിയാവിലെയും പരലോകത്തിലെയും എല്ലാ ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു അവനെ രക്ഷിക്കും എന്നുള്ളതാണ്. മനസ്സിലാവണ്ടോ? ദുനിയാവിലെ ആഖിറത്തിലെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അവനെ രക്ഷിക്കും. എന്ത് ചെയ്താൽ? അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ. ഇനി മറ്റൊരായത്തിൽ കാണാം, അഥവാ 65-ാമത്തെ അധ്യായം 4-ാമത്തെ വചനത്തിൽ കാണാം, അള്ളാഹുവിനെ ആര് സൂക്ഷിക്കുന്നുവോ അവന് തൻ്റെ കാര്യത്തെക്കുറിച്ച് അള്ളാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സത്യവിശ്വാസികൾ, ഇന്ന് 3 കാര്യങ്ങളാണ് നമ്മൾ പരാമർശിക്കപ്പെട്ടത്. അഥവാ ഇഹത്തിലും പരത്തിലും നമുക്ക് രക്ഷ കിട്ടാൻ കാരണമാകുന്ന, നല്ലൊരു ജീവിതം നമുക്ക് കിട്ടാൻ കാരണമാകുന്ന 3 കർമ്മങ്ങളിൽ ഒന്നാമത്തെ കർമ്മമായിരുന്നു അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക, ഒപ്പം ആ വിശ്വാസമനുസരിച്ച് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. രണ്ടാമതായി പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഇഹവും പരവും നമുക്ക് നേടിത്തരുന്ന കർമ്മമാണ് തഖ്വ എന്ന് പറയുന്ന കർമ്മം. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതിനെ സംബന്ധിച്ച് നമുക്ക് വിഷയങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ, നമ്മളിപ്പോൾ പഠിച്ച 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എന്നാൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള സുന്ദരമാവുന്ന ജീവിതം ദുനിയാവിലും കിട്ടും, മരണാനന്തര ശേഷം ആഖിറത്തിലും കിട്ടും. അത് നമ്മെ ലോകത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.